ഹാട്രിക് വിജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് എം.കെ. രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്നത്. മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്നും എപ്പോഴും താൻ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും എം.കെ. രാഘവൻ ഞാൻ സ്ഥാനാർത്ഥിയിൽ അമൃത വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 3 തവണത്തെ അനുഭവ പരിചയവുമായിട്ടാണ് കോഴിക്കോട് മണ്ഡലത്തിൽ എം.കെ. രാഘവൻ ഇത്തവണയും മത്സരത്തിനിറങ്ങുന്നത്. 4ാം തവണയും മത്സരത്തിനിറങ്ങുമ്പോൾ വിജയം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. എം.കെ. രാഘവൻ നമ്മളോടൊപ്പം ചേരുന്നു. രാഘവേട്ട, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ? എങ്ങനെയാണ് 4ാം വട്ടവും മത്സരത്തിനിറങ്ങുമ്പോൾ? ശുഭപ്രതീക്ഷയാണ്. 3 തവണ കോഴിക്കോട് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു. ജനങ്ങൾക്കെന്നിൽ വിശ്വാസമാണ്, എനിക്ക് അവരിലും വിശ്വാസമാണ്. 4ാമത്തെ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കണ്ണൂർക്കാരനാണ്, കണ്ണൂർ സ്വദേശിയാണ്, പയ്യന്നൂരാണ്. അവിടുന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട്ടുകാരനായി മാറുന്ന ഒരവസ്ഥ, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സ്നേഹം കോഴിക്കോട് നിന്ന് എങ്ങനെയാണ് പ്രകടമാവുന്നത്? കോഴിക്കോട് ജനങ്ങൾ ഏറ്റവും എന്താ പറയുക, ആളുകൾ സ്നേഹിക്കുന്നവരാണ്. കോഴിക്കോടുകാരുടെ പ്രത്യേകത അതാണ്. ഈ അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അത് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഒരു പാരമ്പര്യം പൈതൃകമുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് വരുന്നവർ മുഴുവൻ സ്നേഹിച്ച ഒരു ചരിത്രം മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഞാനും കോഴിക്കോട് വന്നു. ഞാനിപ്പോൾ കോഴിക്കോടുകാരനായി. കോഴിക്കോടുകാർ എന്നെ സ്നേഹിച്ചു, ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹം തന്നെയാണ് എൻ്റെ കൈമുതൽ, ആ വിശ്വാസം തന്നെയാണ് എൻ്റെ കൈമുതൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ല, കംഫർട്ടബിൾ മെജോറിറ്റിക്ക് ജയിക്കും, ഒരു സംശയം എനിക്കില്ല. കംഫർട്ട് മെജോറിറ്റി എന്ന് പറയുമ്പോൾ ആദ്യത്തെ തവണ ഉണ്ടായതിനേക്കാളായിരുന്നു ഭൂരിപക്ഷം രണ്ടാമത്തെ തവണ കൂടുന്നു, 3ാമത്തെ തവണ വരുമ്പോൾ അതിനേക്കാൾ കൂടുന്നു, ഓരോ വർഷവും കൂടുന്നു. ഇത്തവണ ആ ഒരു ഭൂരിപക്ഷം എത്രത്തോളം എത്തുമെന്നാണ്? കംഫർട്ടബിൾ മെജോറിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആത്മവിശ്വാസം? ഒന്ന് ഇവിടെ എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ മുഴുവൻ സമയമായിട്ടുള്ള പ്രവർത്തിക്കുന്ന എം പിയാണ്. ഞാൻ പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം എം പിയാണ്. അപ്പം ജനങ്ങളുടെ നാടിൻ്റെയും ഏത് വിഷയത്തിലും ഞാൻ ഇടപെടാറുണ്ട്. കക്ഷി രാഷ്ട്രീയം കാണാറില്ല, ജാതിമതം കാണാറില്ല. എൻ്റെ അടുത്ത് ആർക്കും വരാം, ആരുടെയും കത്തിൻ്റെയോ ശുപാർശയുടെ ആവശ്യമില്ല. ആർക്ക് ഏത് രാത്രിയും വരാം, ഏത് പകലും വരാം, എപ്പോഴും എന്നെ വിളിക്കാം. ഞാൻ തന്നെയാണ് ഫോൺ എടുക്കുന്നത്, എൻ്റെ PA അല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരാത്മബന്ധം ജനങ്ങളുമായി എനിക്കുണ്ട്. ആ ആത്മബന്ധം തന്നെയാണ് എൻ്റെ കരുത്ത്, എൻ്റെ ശക്തി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു, അവരെ ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. ആ ബന്ധം സുദൃഢമാണ്. ആ ബന്ധമാണ് എന്നെ ജയിപ്പിക്കുന്നതിൻ്റെ രഹസ്യം. ആത്മബന്ധം എന്ന് പറയുമ്പോഴാണ് രാഘവേട്ടൻ എന്നാണ് കോഴിക്കോട്ടുകാരൊക്കെ വിളിക്കാറ്. അത് വലിപ്പ ചെറുപ്പമൊന്നുമില്ല, ആ സ്നേഹം. അതുകൊണ്ട് തന്നെയായിരിക്കും അപ്പുറത്ത് എളമരം കരീം കെ ആയിട്ട് മാറുന്നത്. ഞാനത് പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ ജനങ്ങളാണല്ലോ എല്ലാ തീരുമാനവും, ഞാനല്ലല്ലോ. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത്തവണത്തെ പ്രചരണ രംഗത്തൊക്കെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ, അതായത് ഈ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ, എന്തൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുക? വർഷം ഉണ്ടാക്കിയ നേട്ടങ്ങൾ ചെറുതല്ല. UPയുടെ കാലത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ മെഡിക്കൽ കോളേജ് 200 കോടിയുടെ പ്രോജക്റ്റാണ്. 120 കോടി കേന്ദ്ര ഗവൺമെൻറ്, 80 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ്. മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി UPയുടെ കാലത്താണ്. ക്യാൻസർ സെൻറ്റർ UPയുടെ കാലത്താണ്. മാനസികാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എംഹാൻസ് UPയുടെ കാലത്താണ്. അതുപോലെ CRC ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് CRC കോമ്പസിറ്റ് റീജിയണൽ സെൻറ്റർ UPയുടെ കാലത്താണ്. അതുപോലെ തന്നെ വള്ളയിൽ ഹാർബർ UPയുടെ കാലത്താണ്. തൊഴിലാളികൾക്ക് വേണ്ടി ESI തൊഴിലാളികൾക്ക് വേണ്ടി റീജിയണൽ സബ് സെൻറ്റർ ESIയുടെ കോഴിക്കോട് സ്ഥാപിച്ചു. ഇതെല്ലാം UPയുടെ കാലത്താണ്. NDയുടെ കാലത്ത് ലഭിച്ചതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രോജക്റ്റ് 471 കോടിയുടെ. അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ഫറൂഖ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നടക്കുന്നു, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അതുപോലെ തന്നെയാണ് CGHS വെൽനസ് സെൻറ്റർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള, കുടുംബങ്ങൾക്കുള്ള, പെൻഷൻകാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങൾ കോഴിക്കോട് സ്ഥാപിച്ചു. ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കുന്ന 3ാമത്തെ KVക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി എസ്കലേറ്ററും ലിഫ്റ്റും വന്ന സ്റ്റേഷൻ കോഴിക്കോടാണ്. ചെന്നൈ അല്ല, ബാംഗ്ലൂരല്ല, അതുപോലെ തന്നെ ട്രിവാൻഡ്രമല്ല, കൊച്ചിയല്ല.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ 15 വർഷക്കാലം ഉണ്ടാക്കിയ നേട്ടങ്ങളാണ്. ഇനി ആവശ്യപ്പെടുന്ന എയിംസാണ്. അതുപോലെ ബേപ്പൂർ പോർട്ടിൻ്റെ അപ്ഗ്രേഡേഷനാണ്. അതുപോലെ കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഉണ്ടാകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്ലോഗൻ. അതായത് രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഒരു ബന്ധം കേന്ദ്ര സർക്കാരുമായി നടപ്പാക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് പിറകിലുള്ളൊരു അധ്വാനം തന്നെയായിരിക്കാം ഈ വികസനങ്ങൾ ഇത്രത്തോളം കോഴിക്കോടേക്ക് വരാൻ കാരണമെന്ന് പറയും. ഒരു സംശയം, ഇതിൽ വലിയൊരു അധ്വാനമുണ്ട്, വലിയ അധ്വാനമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ യശ്വന്തപുരം ട്രെയിൻ 6 മണിക്കൂർ കണ്ണൂർ വന്ന് കിടക്കുകയാണ്. അതിപ്പോൾ എക്സ്റ്റൻഷൻ തീരുമാനമായി. അതിന് ഒരു അധ്വാനമുണ്ട്. അതിന് ഞാൻ ഹുബ്ലി പോയിരുന്നു അതിൻ്റെ ജീവനെ കാണാൻ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് NOC വാങ്ങി ചെന്നൈയിൽ പോയി. പിന്നെ ടൈം ടേബിളിംഗ് കമ്മിറ്റിക്ക് വിട്ടു, ബോർഡിലേക്ക് വിട്ടു, ബോർഡ് ചെയർമാനെ കാണുന്നു, മന്ത്രിയെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിനൊരു അധ്വാനം, ഇതിനൊക്കെ പുറകിൽ അധ്വാനം. ഞാൻ അധ്വാനമൊന്നും ആരും അറിയില്ല. അതൊരു അധ്വാനം എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുറേ കാര്യങ്ങൾ നേടാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആത്മവിശ്വാസം. അതെ അതെ അതെ, സംശയമൊന്നുമില്ല. ഏതിനൊരു അധ്വാനം വേണം. ആ അധ്വാനം തന്നെയാണ് എൻ്റെ കൈമുതൽ. അത് നാടിനും ജനങ്ങൾക്കും വേണ്ടിയാണ്. അതിൽ ജനങ്ങൾ സംതൃപ്തരാണ്. എന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്യുന്നു എന്ന് അവർക്കറിയാം. അതാണ് അവരുടെ വിശ്വാസവും. ആ വിശ്വാസം ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും രാഘവേട്ടൻ്റെ ഈ വാക്കിലുള്ള വിശ്വാസം, ഇതുവരെ നടത്തിയ പ്രവൃത്തിയിലുള്ള വിശ്വാസം, അതെല്ലാം വോട്ടായി മാറിയാൽ 4ാമത്തെ തവണയും രാഘവേട്ടൻ തന്നെയായിരിക്കും കോഴിക്കോട് വിജയിക്കുക. കോഴിക്കോട് നിന്നും അമർജിത്ത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.